ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞൊരാഴ്ച കംപ്ലീറ്റ്ലി എല്ലാവരുടെയും എല്ലാ വ്യൂവേഴ്സിൻ്റെയും പ്രശംസകൾ ഏറ്റുവാങ്ങിയ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു ആദിലയും നൂറയും. അവർക്ക് അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഏറ്റ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവരിന്ന കാറ്റഗറിയാണെന്ന് കണ്ടിട്ടല്ല, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ വ്യൂവേഴ്സ് എല്ലാവരും അവർക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരളവിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന 2 പേരുടെ ഗെയിമാണ് പുറത്തു നിന്ന് വന്നൊരു ചലഞ്ചർ കാരണം അമ്പിയേ കുളമായിട്ടുള്ളത്. വളരെ സങ്കടമുള്ളൊരു കാര്യമാണല്ലേ അത്. ഇന്ന കാറ്റഗറിയിൽ നിന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അവർ ഒരു സ്പെഷ്യൽ വ്യക്തികളാണോ എന്ന് വെച്ചിട്ടോ വീടിനുള്ളിൽ അങ്ങനൊരു കാര്യമുണ്ടോ നടന്നല്ലോ എന്നുള്ളത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അവർ നല്ല ഗെയിമേഴ്സാണ്, നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്ത് ഇടപഴകുന്നു, നല്ല രീതിയിൽ കളിക്കുന്നു. പോരാത്തതിനൊരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഇങ്ങനെ ഒരു രീതിയിലുള്ളൊരു കാര്യം വന്നത് കൊണ്ടുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു 1% ആണെങ്കിൽ ബാക്കി മൊത്തം അവരുടെ ഗെയിം അനുസരിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ലിറ്ററലി ആദിലയുടെ ഷീസ് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ്. ബാക്ക് സ്റ്റാബിങ് എന്നുള്ള രീതിയിൽ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് പുള്ളിക്കാരി. എനിക്ക് തോന്നുന്നു നമ്മൾ ആ എപ്പിസോഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാവും നോമിനേഷൻ ടാസ്കിൽ ആദിലവിടെ എന്താ ചെയ്തത് എന്നുള്ളത്. മാത്രമല്ല അവിടെ നിൽക്കുന്ന പല ആൾക്കാരോട് പോയി ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് നെവിൻ്റെ കാര്യം. ഈ പറയുന്ന ആദിലയും നൂറയും തന്നെയാണ് പ്രൊവോക്ക് ചെയ്ത് നെവിനെ പുറത്ത് വിട്ടതും. അന്ന് ആദിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നെവിൻ 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർക്ക് 2 പേർക്കും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നലെ ചലഞ്ചർ വന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഗെയിം ചേഞ്ച് ചെയ്ത് എതിരെ നിന്നൊരാൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. വളരെ വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ. പുള്ളിക്കാരത്തി എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്കാരത്തിക്ക് അറിയില്ല എന്നുള്ളൊരു രീതിയിലേക്കായി മാറി കാര്യങ്ങൾ. എന്താണെങ്കിലും ഇന്നത്തെ ജയിൽ നോമിനേഷൻ ടാസ്കിൽ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡായി. അല്ലെങ്കിൽ അതിനുള്ളൊരു വലിയ ഗൈഡ് ബിന്നിക്കാണ് കൊടുക്കേണ്ടത്. സപ്പോർട്ടായിട്ട് നമ്മുടെ അനുമോളുണ്ടായിരുന്നു. അതല്ലാതെ ഇതിനൊന്നും താല്പര്യമില്ലാതെ കുറച്ച് പേര് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഷാനവാസും ജിഷനും പിന്നെ നമ്മുടെ അനീഷേട്ടനും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം. എന്താണേലും ആദില എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. നന്നായി.